അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9ലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ദി വേൾഡ് ഓഫ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ചില ഷോർട്ട് കട്ട്സുകൾ നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ MCQയിലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 0.666 എക്സെട്ര. അതായത് ഇതെന്ന് പറയുന്നത് നമുക്കറിയാം റിക്കറിംഗ് ഡെസിമൽസ് എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്ക് മാത്സിൽ ക്ലാസ് 9 3rd ചാപ്റ്റർ റിക്കറിംഗ് ഡെസിമൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടുത്തെ ഒരു ചോദ്യമാണ് 0.666 എക്സെട്രയെ P/Q ഫോമിൽ എഴുതാം, അല്ലേ? P/Q ഫോമിൽ നമ്മൾ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതണം. അപ്പോൾ MCQ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ എഴുതാം? ഇപ്പോൾ MCQ അല്ലെങ്കിൽ നമ്മൾ കൺവേർഷൻ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിനെ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ദെൻ ഈ പറയുന്ന പോലെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 10x എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾ അത് മൈനസ് ചെയ്തിട്ടൊക്കെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ 6 എന്ന് പറയുന്ന ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ 6 എന്തായിട്ട് എഴുതുക? ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. അപ്പോൾ 6 ന്യൂമറേറ്റർ ആയിട്ട് എഴുതി താഴെ എന്ത് ചെയ്താൽ മതി? താഴെ നമ്മൾ ഒരു 9 അങ്ങ് എഴുതിക്കൊണ്ടാൽ മതി. അപ്പോൾ ഉത്തരം എത്രയാണ്? 6/9 എന്ന് കിട്ടും, വളരെ ഈസി ആയിട്ട്. അല്ലെ 6/9 നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് എഴുതാം, അല്ലേ? എങ്ങനെ എഴുതാം? 2/3 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ MCQ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൺവെൻഷൻ മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഈ പറയുന്ന ഉത്തരം കിട്ടി. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി 0.45 മുകളിൽ മാത്രം ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 0.4545 എക്സെട്ര എന്നാണ്. 45 തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ആ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എപ്പോഴും എന്തിൽ എഴുതുക? ന്യൂമറേറ്ററിൽ എഴുതുക. ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്തപ്പോൾ നമ്മൾ 9 എഴുതിയെങ്കിൽ 2 നമ്പർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ താഴെ എത്ര 9 എഴുതുക? 2 എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടും 45/99. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, 3rd ക്വസ്റ്റ്യൻ 2.3. അപ്പോൾ ഇവിടെ 7ന്റെ മുകളിൽ മാത്രമേ ബാറുള്ളൂ. അപ്പോൾ 7 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാത്ത 2 നമ്പരും ഡെസിമലിന് മുന്നേ ഒരു നമ്പരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ നമ്പർ ആദ്യമേ അങ്ങ് എഴുതുക. എന്താ എഴുതുക? 2357 എഴുതിയിട്ട് അവിടുന്ന് റിപ്പീറ്റ് ചെയ്യാത്ത ആ 3 നമ്പർ അങ്ങ് മൈനസ് ചെയ്യുക. 235 മൈനസ് ചെയ്തിട്ട് നമുക്കറിയാം എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു? ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, ആ 9 എഴുതി. പക്ഷേ ഇവിടെ നോക്കി ഡെസിമൽ കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാത്ത 2 നമ്പർ ഉണ്ട്. അതിന് ബദലായിട്ട് നമ്മൾ 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2357 235 കുറച്ചുമ്പോൾ നമുക്കറിയാതെ 2122 എന്ന് വരും. ഡിവൈഡഡ് ബൈ എത്ര എന്ന് എഴുതുക? 900 എന്ന് എഴുതുക. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇത് നമുക്കിനി വീണ്ടും ഈ പറയുന്ന പോലെ 2 കൊണ്ട് കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്താലും നമ്മൾ ചെയ്യണം. കൺവേർഷൻ മെത്തേഡ് ചെയ്താലും ഇത് ഉത്തരേ വരത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന പോലെ ക്യാൻസൽ ചെയ്ത് ചെറുതാക്കേണ്ടി വരും. അപ്പോൾ നോക്കി വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സാണ് നമ്മളിന്ന് നോക്കിയത്.